ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു DIY വോൾ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു ക്യാൻവാസ് ആർട്ട് കണ്ടോ, അതാണ് ഇന്ന് ഞാൻ DIY ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ DIY ആണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വീഡിയോയുമാണ്. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഒരു ഡെക്കോപാച്ച് DIY ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു ക്യാൻവാസ് ആണ്. ഇത് ഞാൻ 1 to 7 dirhams നിന്ന് മേടിച്ച ക്യാൻവാസ് ആണ് കേട്ടോ. ആ വീഡിയോ കാണാത്തവർ കാണുക. വലിയ ക്യാൻവാസ് ആണ്, നല്ല റേറ്റും കുറവായിരുന്നു, 7 dirhams കിട്ടി. പിന്നെ പെയിന്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഐക്യന്ന് മേടിച്ചാണ്. ഈ ഒരു പ്രിന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച. കറക്റ്റ് ഡെക്കോപാച്ച് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ ഒന്നും അല്ല ഇത്. സാധാരണ ടിഷ്യൂ പേപ്പറാണ്, നോർമൽ പ്രിന്റ് ഉള്ളൊരു കളർഫുൾ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു DIY ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോഴാണ് ക്യാൻവാസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നീട് നമുക്ക് വേണ്ടത് ഡെക്കോപാച്ച് ചെയ്യേണ്ട ഗ്ലൂ ആണ്. ഈ ഒരു ഗ്ലൂ എനിക്ക് ഈ സ്റ്റേഷനറി കടയിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് മേടിച്ച് നോക്കിയതാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ഡെക്കോപാച്ച് ചെയ്തത് ഫെവിക്കോൾ വെച്ചിട്ടാണ്. രണ്ടിനും എനിക്ക് ഒരു വ്യത്യാസം തോന്നില്ല, രണ്ടും ഒരേപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഈ മോഡ് പോഡ്ജ് അല്ലെ ഡെക്കോപാച്ച് ചെയ്യുന്ന ഗ്ലൂ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളിലും ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ക്യാൻവാസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ബോർഡറിൽ ഇതുപോലെ ഒരു ടേപ്പ് ഒട്ടിക്കുവാണ്. കാരണം അതിന് അകത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഞാൻ ഈ ഒരു ഡെക്കോപാച്ച് ചെയ്യാനായിട്ട് ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. കാരണം ഞാനിത് ഒരുപാട് ചെയ്ത് എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ ഒറ്റ ടൈം ഇത് ചെയ്തിട്ടുള്ളൂ. ഒരു കുപ്പിയിലാണ്, ബോട്ടിലാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കാരണം അത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടൈപ്പ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിക്കാം. അതാണ് ഫസ്റ്റ് ടൈം ചെയ്തത്. അത് ചെയ്ത് നല്ല രസം തോന്നിയപ്പോഴാണ് ക്യാൻവാസിലും ചെയ്യാം, ഒരു വീഡിയോ എടുക്കാം. ഇങ്ങനെ ഒരു ഐഡിയ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഈ ഒരു ബോട്ടിലിൽ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഡെക്കോപാച്ചിൻ്റെ തന്നെ ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഗ്ലൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് രണ്ടിനും ഒരേ എഫക്റ്റാണ് തോന്നിയത്. രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ മോഡ് പോഡ്ജ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. ക്യാൻവാസിൻ്റെ 4 സൈഡിലും ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഈ ഡെക്കോപാച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാരണ ടിഷ്യൂ പേപ്പറാണ് ഇത്. ഡെക്കോപാച്ച് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ ഒന്നും അല്ല. ആമസോണിലൊക്കെ ഇഷ്ടംപോലെ ഡെക്കോപാച്ച് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ അവൈലബിൾ ആണ്. എല്ലാ റേറ്റും കുറവാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധാരണ പ്രിന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു പ്രിന്റിന്റെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിന്റെ തന്നെ ടിഷ്യൂ പേപ്പർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ എപ്പോഴും 2 ലെയർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെയർ മാറ്റുക. നമുക്ക് ആ ഒരു പ്രിന്റ് ഉള്ള ഒരു ഭാഗം മാത്രം മതി. അപ്പോൾ ഞാൻ പയ്യെ അതിന്റെ മറ്റേ ലെയർ റിമൂവ് ചെയ്യുവാണ്. സൂക്ഷിച്ച് റിമൂവ് ചെയ്യുക, കാരണം ടിഷ്യൂ പേപ്പറാണ്, ഒട്ടും കനമില്ല. അപ്പം ടിയർ ആവാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. പയ്യെ ആ ഒരു ലെയർ റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ എനിക്ക് കോൾഡ് ഉണ്ട്, തൊണ്ട നല്ല അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതാണ് സൗണ്ടിനൊരു വ്യത്യാസം, നിങ്ങളത് മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ലെയർ ഞാൻ മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഗ്ലൂ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഡെക്കോപാച്ചിൻ്റെ ഗ്ലൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെവിക്കോൾ വെച്ചിട്ടാണ്. അപ്പം അതൊരു DIY ഡെക്കോപാച്ച് അല്ലെങ്കിൽ മോഡ് പോഡ്ജ് എന്ന് പറയാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ഫെവിക്കോളിൽ 2 ടേബിൾ സ്പൂൺ വാട്ടർ. ഇനി 1 ടേബിൾ സ്പൂൺ ഫെവിക്കോൾ എടുത്താൽ 1 ടേബിൾ സ്പൂൺ വാട്ടർ. അതായത് സെയിം എമൗണ്ട് ഫെവിക്കോളിന് സെയിം എമൗണ്ട് വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം മോഡ് പോഡ്ജ് എന്ന് പറഞ്ഞാൽ കുറച്ച് റണ്ണി ആയിട്ടുള്ള ടൈപ്പ് ഫെവിക്കോളാണ്. അതാണ് DIY മോഡ് പോഡ്ജ് എന്ന് പറയുന്നത്. സെയിം ഇതുപോലെ തന്നെയാണ്, എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ല കേട്ടോ, സത്യം പറയാലോ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് സാധാരണ പോലെ ഇത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ലെയർ നമ്മൾ എടുത്ത് മാറ്റി. അപ്പം വളരെ തിന്നാണ്, നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കീറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എൻ്റെ കോർണേഴ്സൊക്കെ ചെറുതായിട്ട് കീറിയായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു പ്രിൻറ്റിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ ലെയർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ ലെയറിലല്ല ഞാൻ ചെയ്യുന്നത്. ഇതിന് മുകളിൽ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ കൂടെ വെച്ച് ഞാൻ ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ എൻ്റെ ഒരു ട്രയൽ പോലെയാണ് ഞാൻ ചെയ്തത്. ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ടിയർ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അതിന് മുകളിൽ നമ്മൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പം വന്നില്ല. പിന്നെ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ശരിയായിട്ട് വരുന്നുണ്ട്. കാരണം ഒന്നാമത് ഞാൻ ഇതിൽ എക്സ്പേർട്ട് അല്ല.
രണ്ടാമത് ചിലയിടത്തൊക്കെ വെറ്റ്നെസ് കൂടിയ പോലെ തോന്നുന്നുണ്ടായിരുന്നു, ചിലയിടത്തൊക്കെ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവസാനം ഈ ഗ്ലൂ ഫുള്ള് ഒരു 24 hours എടുക്കും ഉണങ്ങാൻ, നന്നായിട്ട് ഉണങ്ങാൻ. ഫുൾ ഉണങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ലുക്കിൽ കാണുന്ന പോലെയല്ല, ആ ഒരു വെറ്റായിട്ട് നമുക്ക് തോന്നിയ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആവും. നിങ്ങളിപ്പം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട് അടിച്ചാലും അവസാനം നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ, അതിന് ഞാൻ ഗ്യാരണ്ടി. കാരണം എൻ്റേതും അങ്ങനെയാണ് വന്നത്. ഞാൻ 4 കോർണറും നല്ല ടൈറ്റായിട്ട് ഗ്ലൂ ചെയ്തിട്ട് ആണ് ഉള്ളിൽ ഗ്ലൂ ചെയ്തത്. ഈ മെത്തേഡ് കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷെ അവസാനം നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ, എന്താണെന്ന് വെച്ചാൽ അകത്ത് എയർ കയറി നിന്ന് ഇത് പൊങ്ങി നിൽക്കാതെ നല്ല ടൈറ്റായിട്ട് ഒട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിന് ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം തന്നെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഫില്ല് ചെയ്ത് ഗ്ലൂ ചെയ്യാനായിട്ട് പോവാണ്. എന്നിട്ട് 4 സൈഡിലും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മിഡിലായിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറോട് വെക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏരിയ നല്ല വെറ്റായിട്ട് തോന്നി എനിക്ക്. അപ്പം ഞാൻ അത് കവർ ചെയ്യാനായിട്ട് ഞാൻ ഒന്നും കൂടെ വെച്ചു. പക്ഷേ ഈ ടിഷ്യൂ പേപ്പർ ഭയങ്കര തിന്നായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ ലെയർ ചെയ്തത് കൊണ്ടാണ് അവസാനത്തെ ആ ഒരു ലുക്കിൽ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് വന്നത്. ഒറ്റ ലെയർ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കളർഫുൾ ആയില്ല. കാരണം ഇത് ഡ്രൈ ആകുമ്പോൾ ഒന്നുകൂടെ ലൈറ്റ് ആവും. ഈ ഒരു ഫെവിക്കോൾ ഫുള്ള് ഇരുന്ന് ഡ്രൈ ആകുമ്പോഴത്തേന് ഇതിൻ്റെ കളർ ഒന്നുകൂടെ ഫെയ്ഡ് ആവും. അപ്പം ലെയർ നിങ്ങളിങ്ങനെ ക്യാൻവാസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ലെയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. പിന്നെ ഇതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ, ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ആർക്കെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഇനി ഞാൻ ഇതിൻ്റെ 4 സൈഡിലും ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു ടേപ്പ് എടുത്ത് മാറ്റുവാണ് കേട്ടോ. കാരണം ഫെവിക്കോൾ ആയതുകൊണ്ട് അതിന് ഒട്ടിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനത് ഫുള്ള് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ആ ടേപ്പ് എടുത്ത് മാറ്റുവാണ്. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ മറ്റൊരു സബ്സ്ക്രൈബറിനെ കണ്ടുമുട്ടി കേട്ടോ. മദീന മോളി വെച്ചിട്ടാണ് കണ്ടത്. ആളുടെ പേര് സോണിയ എന്നാണ്. ആളുടെ കുഞ്ഞിനെയും മോനെയും ഹസ്ബൻഡിനെയും എല്ലാവരെയും കണ്ടു. ഭയങ്കര സന്തോഷം എന്നോട് വന്ന് സംസാരിച്ചതിൽ കേട്ടോ. നമ്മുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ്, കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അവരെയൊക്കെ നേരെ കാണുമ്പം ഒരു എന്താ പറയുക, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫുള്ള് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു ബോട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത് ഞാൻ കാണിക്കാം. ഈ ഒരു വിനീഗറിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാൻ ആ ഒരു DIY ഫസ്റ്റ് ചെയ്തത്. അപ്പം ഞാനൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ സാധാരണ ഫെവിക്കോൾ എടുത്തു. അതിനുശേഷം സെയിം എമൗണ്ട് വെള്ളം, അതായത് 2 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ DIY മോഡ് പോഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൊരു ബോട്ടിലാണ് ഇതാ ഈ കാണുന്നത്. നമ്മുടെ ക്യാൻവാസിൽ ചെയ്തത് ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്കിനും കാണാം. I've been in your waters, been knocking at your door. I know one thing for sure, I've never been so close before. You were truly my love, but it was over so fast.
സിമ്പിളായിട്ടുള്ള ഈ DIY വോൾ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിഷ്യൂ പേപ്പർ വെച്ച് എന്തെങ്കിലും ഒരു പ്രിൻറ്റഡ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണിത്. കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.